അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മനൊമ്പരമായി വെള്ളച്ചി അരങ്ങിലേക്ക്. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. ചവിട്ടിമെതിക്കപ്പെടുന്ന അധകൃത ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ നാടകഭാഷയാണ് നാടകപ്രണയത്തെ റിട്ടയർമെൻറ്റ് ജീവിതത്തോടൊപ്പം ചേർത്ത് പിടിക്കുന്ന ദമ്പതിമാരായ പി ഉമാദേവിയും പി യു ബാബുവും വേദിയിൽ എത്തിക്കുന്ന വെള്ളച്ചി. സാമൂഹികമായി ഭ്രഷ്ടിന് സമാനമായ ജീവിതം നയിക്കുന്നവർ വർത്തമാനകാല സമൂഹത്തിലെ യാഥാർത്ഥ്യമാണ്. തെരുവുകളിലും പീഡികത്തിണ്ണകളിലും പുറമ്പോക്കിലുമൊക്കെ ഇപ്പോഴും നമുക്ക് അവരെ കണ്ടുമുട്ടാൻ കഴിയുന്നുണ്ട്. മനോനില തെറ്റിയവരെന്ന് മുദ്രകുത്തി പൊതുസമൂഹം അവരെ അവഗണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്നും അവർ എന്ന ചോദ്യം ആരിൽ നിന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് വെള്ളച്ചി എന്ന നാടകത്തിൻ്റെ പ്രമേയം. നാടക സിദ്ധാന്തത്തിൻ്റെ അളവുകോലിൽ നാടകത്തെ വീക്ഷിക്കാനെത്തുന്ന പ്രേക്ഷകരെ മുന്നിൽ കണ്ടല്ല, മറിച്ച് സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം നാടകം എന്ന സങ്കേതം ഉപയോഗിച്ച് സാധാരണക്കാരായ ജനങ്ങളോട് സംവദിക്കുന്ന തരത്തിലാണ് ഈ നാടകം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ശ്രദ്ധേയ നാടകകൃത്ത് അനിൽ നടക്കാവിൻ്റെ രചനയ്ക്ക് സ്കൂൾ കലോത്സവം, യൂണിവേഴ്സിറ്റി കലോത്സവം, അമേച്വർ നാടകങ്ങൾ എന്നിവയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ സുധീർ ബാബൂട്ടൻ രംഗഭാഷ്യം ഒരുക്കിയാണ് 2 കഥാപാത്രങ്ങളിലൂടെ വെള്ളച്ചിയെ പൊള്ളുന്ന യാഥാർത്ഥ്യവുമായി അരങ്ങിലെത്തിക്കുന്നത്. തികച്ചും കാലിക പ്രസക്തിയുള്ള ഒരു നാടകമാണ് വെള്ളച്ചി. നമ്മൾ പറയുക, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാതീയതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. പക്ഷേ ആ ജാതീയത നമ്മുടെ കേരളത്തിലോട്ടും കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരമൊരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത്. നാടകത്തിൻ്റെ കഥ പൂർണ്ണമായും പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു നാടകമാണ്. ഈ നാടകം അവതരിപ്പിക്കുന്നത് പയ്യന്നൂർ ആപ്ത എന്ന ഒരു ചെറിയ സംഘടനയാണ്. ഇതിൽ അഭിനേതാക്കൾ നാടകത്തോടുള്ള താല്പര്യം കൊണ്ട് മാത്രം അഭിനയ രംഗത്തേക്ക് വന്നവരാണ്. പി ഉമാദേവി അതുപോലെ പി യു ബാബു എന്ന് പറയുന്ന 2 ദമ്പതിമാരാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ നാടകത്തിനുണ്ട്. 2 പേരും റിട്ടയേർഡ് അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നാടകത്തോടുള്ളൊരു താല്പര്യം, അതാണ് ഈ നാടകത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ പ്രധാന ഘടകം. നാടകം നമ്മുടെ അവസാന ഘട്ട റിഹേഴ്സൽ കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി അവതരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം, അതായത് വേദികൾ നൽകിക്കൊണ്ടുള്ള സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്. സംഗീത നിയന്ത്രണം സുധാകരൻ വടക്കിനിയിൽ, ചന്ദ്രബോസ് ദീപ നിയന്ത്രണം, കലാസംവിധാനം ജയരാജ് ചെറുവത്തൂർ, വസ്ത്രാലങ്കാരം കെ വി കരുണാകര പൊതുവാൾ, പി കെ ശ്യാമള ശബ്ദ സാന്നിധ്യം, അരങ്ങൊരുക്കം നിരഞ്ജന, ബി ബേബി ധ്വനി ദിജിത്ത്, ബാബു കലിയന്തിൽ, ഷിബു ആൻഡോ എന്നിവരും നീരജ് ബി സാങ്കേതിക സഹായവും ഒരുക്കിയാണ് വെള്ളച്ചി പൂർണ്ണതയിൽ എത്തുന്നത്. ഞാൻ പി യു ബാബു, ഇത് എൻ്റെ ഭാര്യ ഉമാദേവി. ഞങ്ങൾ ഈ അടുത്ത ദിവസം റിഹേഴ്സൽ പൂർത്തിയാക്കിക്കൊണ്ട് വെള്ളച്ചി എന്ന 2 പേർ മാത്രം കഥാപാത്രങ്ങളായുള്ള ഒരു നാടകം ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞ് അവതരണത്തിനായി തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നാടകങ്ങൾ ഒറ്റയ്ക്കും മറ്റ് വേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് 2 കഥാപാത്രങ്ങളിലൂടെ വരുന്ന നാടകം എന്ന ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് ആഗ്രഹം പൂർത്തീകരണം നിലയിൽ വെള്ളച്ചിയും ഭൈരവനും എന്ന 2 കഥാപാത്രങ്ങളുടെ വെള്ളച്ചി എന്ന
ഈ നാടകം പൂർത്തീകരിച്ച് അരങ്ങിലെത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചത് ആ നാടകം വിജയകരമായ വേദികൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് സഹകരിക്കണം. ന്യൂസ് ഡെസ്ക് വടക്കൻ വാർത്ത. ഓണത്തെ വരവേൽക്കാൻ കൈനിറയെ സമ്മാനങ്ങളുമായി കോപ്പറേറ്റീവ് സ്റ്റോഴ്സും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് 10% വിലക്കുറവ്. ഒപ്പം നറുക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും. കുഞ്ഞുടുപ്പുകൾ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ന്യൂജൻ ട്രെൻഡുകളും ഒരു കുടക്കീഴിൽ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് 70 ആണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തതയും.